ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. നാട്ടുമാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ വളം ഇടാതെ തന്നെ കിട്ടുന്ന മാങ്ങയാണ് ഈ നാട്ടുമാങ്ങ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാവുന്ന ഒരു ജ്യൂസാണ് ഈ നാട്ടുമാങ്ങയുടെ ജ്യൂസ്. നാട്ടുമാങ്ങയുടെ ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 നാട്ടുമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ നാട്ടുമാങ്ങയൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം നാട്ടുമാങ്ങയുടെ ഈ മുകൾ ഭാഗത്ത് അതിൻ്റെ ചുന നന്നായിട്ട് ഒലിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മുകൾ ഭാഗം നമുക്ക് ചെത്തിക്കളയാം. നാട്ടുമാങ്ങ തൊലിയോടുകൂടി തന്നെയാണ് കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുക്കുന്നത്. ഇപ്പോൾ ദാ മാങ്ങയൊക്കെ ഞാൻ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. മാങ്ങയുടെ അണ്ടി ഒഴികെ ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് മുറിച്ചെടുത്തിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാങ്ങയും നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിതിവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ജ്യൂസർ ജാറിലേക്ക് ഈ മുറിച്ചെടുത്തിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. തൊലിയോട് കൂടിയാണ് ഞാനിപ്പോൾ ഈ മാങ്ങ ഇട്ട് അടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ കഴുകിയെടുത്തിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബാണ്. ഐസ് ക്യൂബും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് നന്നാക്കി അടിച്ചെടുക്കാം. ഞാനിവിടെ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് നല്ല തിക്കായതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ജ്യൂസിന് എത്രത്തോളം തിക്ക് വേണം എന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് ജ്യൂസ് നല്ല കട്ടിയായിട്ടുണ്ട്. കാരണം നമ്മളിത് തൊലിയോട് കൂടിയാണല്ലോ മാങ്ങ അടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിക്കായിരിക്കും. അരിച്ചെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ മാങ്ങ തൊലിയോട് കൂടി തന്നെയാണല്ലോ ജ്യൂസ് അടിച്ചത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. നാട്ടുമാങ്ങയുടെ ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് ഈ ജ്യൂസിനും ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നാട്ടുമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് ഈ നാട്ടുമാങ്ങ ജ്യൂസ്. നാട്ടുമാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ജ്യൂസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.